എല്ലാം ശരിയാവും ഗൈസ്. നമ്മൾ ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിപ്പോ എന്നെ ഇവിടെ ഒന്നും കണ്ടു കാണത്തില്ല. അപ്പോ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളൂ. അപ്പൊ ദാസ ഹേഡ് ഇളവലാറി എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഐശ്വര്യ എന്നാണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാല്, എന്റെ അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ അമ്മ വരുന്നതിന് മുന്നേ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി ഞെട്ടിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോ എന്തേലും പറയും, നീ ഫുഡൊക്കെ വെച്ചോളൂല്ലോ, ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ. ഞാൻ ഓക്കെ സെറ്റ് അമ്മ പോയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും വെക്കില്ല. അപ്പൊ അമ്മ വന്നിട്ട് പറയും, ഈ പെണ്ണിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പൊ ഇത് നമ്മളത് മാറ്റി പറയിക്കാൻ പോകണം. സോ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ള വെജിറ്റബിൾ വെച്ചിട്ട് പയർ വെച്ചിട്ട് ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ തോരൻ ഉണ്ടാക്കാം നമുക്ക്. നമ്മുടെ അമ്മ യൂസ് ചെയ്യുന്ന പാത്രം തന്നെ യൂസ് ചെയ്യാം നമുക്ക്. അപ്പം അതിൽ നമ്മൾ കണ്ടു വളർന്ന അതിലല്ലേ. അപ്പൊ ഇതിൽ വെച്ചാൽ സെറ്റ് ആകും എന്നുള്ള ഒരു ഇതിൽ വെക്കാൻ പോവാണ് ഞാൻ. ഇതിൽ തന്നെയാണ് അമ്മ തോര വെക്കാറ്. ഇത് എത്രത്തോളം സക്സസ് ആയി വരുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഒന്നും അല്ല കുക്ക് ചെയ്യുന്നത്. പക്ഷെ തോരൻ വെക്കുന്നത് ആദ്യമായിട്ടോ കടുക് പൊട്ടുന്നുണ്ട്. അമ്മമാരെ എണ്ണയിൽ കളിക്കണ പോലെ നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവർ എണ്ണയിൽ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് അടുത്ത് തന്നെ നിൽക്കും. ഞാനാണ് ആ സാധനം ഇട്ടിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഓടിഞ്ഞ്. അതുപോലെയാണ് എന്റെ അവസ്ഥ. എന്തായാലും മാറി നിൽക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഉപ്പിടുക എന്നുള്ള ശാസ്ത്രത്തിലേക്ക് കടക്കാണ്. ഉപ്പൊക്കെ കറക്റ്റ് ആവുമോ എന്തോ എനിക്കറിയില്ല. പിന്നെ ഫസ്റ്റ് പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇംപ്രസ് ആയാലും. ഇതിപ്പോ ഇതിനൊന്നും ആയിരിക്കില്ല. ഏറ്റവും വലിയ കോമഡി, നമ്മളിപ്പോ കുക്കൊക്കെ ചെയ്ത് സെറ്റ് ആയത് വിചാരിച്ചോ, അമ്മ വന്നിട്ട് പറയും, ഓ അതൊന്നും കൊള്ളാൻ വെച്ചോ, വലിയ കാര്യമായിട്ട് എന്നൊക്കെ ഇതിൽ പറയും. പക്ഷെ അടുക്കള എങ്ങാനും മോശമായി കിടന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അമ്മ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ആദ്യത്തെ സംഭവം ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അതെ, ഇവിടെ നമ്മൾ മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് വറക്കാനും ഒന്ന് കറി വയ്ക്കാനാണ്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി സാധനങ്ങളൊന്നും അരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ തുടങ്ങിപ്പോയില്ലേ, ചെയ്തല്ലേ പറ്റും. അതൊക്കെ നമുക്ക് പൊളിക്കാം. ഈ കൊറോണ ടൈമിലൊക്കെ ഫുൾ ടൈം അടുക്കളയായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മള് ക്ലാസ് ഉണ്ട്, രാവിലെ എണീക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പിന്നെ ഫോൺ കുത്തുക. ഇത് തന്നെ ഇങ്ങനെ ഒരു സെയിം കണ്ടിന്യൂസ് റൂട്ടീനായി പോയിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് ഭ്രാന്തായി. അങ്ങനെ നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. അപ്പോ വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് ആണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ പതിയെ ചിക്കൻ കറിയായി, മീൻ കറിയായി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആ സമയത്ത് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പം കുറെ വർഷം കഴിഞ്ഞല്ലേ, അപ്പൊ നമുക്കങ്ങ് മടിയായിപ്പോയി. സവാള ഉള്ളിയൊക്കെ പൊളിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് പൊളിക്കുന്നതിലല്ല, ഐ മീൻ പൊളിക്കാതെ വെച്ച് തൊലി കളയാട്ടോ. തൊലി കളയുന്നതിലല്ല അതിന്റെ പ്രശ്നം, കണ്ണെരിയും. ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ കുറെ പേരെന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓ വലിയ വ്ളോഗർ വരുന്നു ഭയങ്കര വലിയ പുള്ളിയാ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മള് എത്ര പേര് കളിയാക്കിയാലും ആരൊക്കെ എന്തൊക്കെ പറയാനും നമുക്ക് ഇഷ്ടമുണ്ട്. നമ്മൾ ആരും ഉപദ്രവിക്കില്ല എന്ന് 100% ഉറപ്പുള്ളൊരു കാര്യമാണ് ചെയ്യുന്നെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെളുത്തുള്ളി പൊളിക്കുന്നത് എടുക്കൊക്കെ ടാസ്ക് ആയിട്ട് ഗൈസ്. വെളുത്തുള്ളി സവാളാണേലും ഹെൽമെറ്റ് വെച്ച് പൊളിക്കേണ്ട അവസ്ഥയാണ്. കണ്ണു തുറക്കാൻ വയ്യ. നമ്മൾ സ്ട്രഗിൾ ചെയ്തേ സക്സസിൽ എത്താൻ പറ്റും. ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. ഞാനിത് പിന്നെയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിടുന്നത്. പൊട്ടിത്തരം കണ്ട് നമ്മൾ പിന്മാറാൻ പാടില്ല. ഇന്നും പറഞ്ഞാലും മൂട്ടിലേക്ക് കയറി നിൽക്കരുത് ഗൈസ്. നമ്മൾ എത്ര നേരം ഉണ്ടാക്കിയത് വേസ്റ്റ് ആയി പോയി. കാരണം
പിഴുപുളിയും കുടംപുളിയും തമ്മിൽ ഞാൻ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി. നമ്മളപ്പോ മീനിടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മീൻകറി ഒരുവിധമാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മീൻകറിയുടെ ലുക്ക് നിങ്ങൾക്ക് കൊടുക്കാണ്ട് കണ്ടാ, അടിപൊളിയുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പണി എന്ന് വെച്ചാല് മീൻ ഫ്രൈ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ മസാല ഇവിടെ സെറ്റായ വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിവിടെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ മീൻ ഫ്രൈയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കിയതല്ല, ബാക്കിയൊക്കെ ഞാനാണ്. ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല, അടിപൊളി ടേസ്റ്റ് ആണ്. അമ്മ എന്റെ കറികളുടെ റിവ്യൂ പറ. സൂപ്പർ തോരൻ, അടിപൊളി ചാളക്കറി, തീരാറായി. സൂപ്പർ ചാളക്കറി, ഫിഷ് ഫ്രൈ. അമ്മ ഓവറാക്കാതമ്മേ, റിവ്യൂ പറ. സൂപ്പർ കറികൾ. അമ്മ ഇങ്ങനെ ഓവറാക്കിയാലും ഞാൻ അമ്മയ്ക്ക് പൈസ ഒന്നും തരില്ല. നല്ല കറികൾ കേട്ടോ. സൂപ്പർ സൂപ്പർ. എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. അമ്മ ഇല്ലാത്ത ദിവസം ഞാനിവിടെ എല്ലാം ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്യും. ഞാനില്ലാത്ത ദിവസം ഇപ്പൊ ഞാനില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുമല്ലോ. വെരി ഗുഡ്. വേറൊന്നും പറയാൻ. പപ്പടം നീ ഉണ്ടാക്കിയതാ? സൂപ്പർ. നന്നായിട്ട് മാനേജ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ പ്രതീക്ഷ. ഇത് മാത്രമുള്ളൊരു എല്ലാം സൂപ്പർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യുക. പുതിയ എന്തെങ്കിലും ഐഡിയാസോ കണ്ടന്റ്സോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് അവിടെ ഞാൻ തന്നെ കാണാം. ബൈ.